ഇതാരാണ് നോക്ക്. അപ്പൊ ഇന്ന് ഞാനും കൂടെ വന്നിട്ടുണ്ട്. അതെ, നമ്മുടെ അൺസേഫ് മൂൺലൈറ്റ് മീഡിയ. മൂൺലൈറ്റ് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് വന്നപ്പം ഇനി ആരൊക്കെ വരാനിരിക്കുന്നല്ലേ വിഷയങ്ങളാ. ലാലേട്ടന്റെ പ്രൊമോ. അതെ, അടിപൊളി പ്രൊമോ വന്നേ. രണ്ട് മൂന്ന് പ്രൊമോയ്ക്ക് ശേഷം അങ്ങനെ ഒരു അടിപൊളി പ്രൊമോ. സത്യം നമ്മള് വൈബ് അടിച്ചാണ് കണ്ടത്. ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ. നല്ല സാറ്റിസ്ഫൈ. കാരണം ആദ്യത്തെ 2 പ്രൊമോ കണ്ടപ്പോ അയ്യേ ഇതാണോ ഒരു ബിഗ് ബോസ് പ്രൊമോ, ഒരു മൂവി പ്രൊമോ പോലെ തോന്നി പറഞ്ഞിട്ട് ഇവനിക്കും കുറെ നെഗറ്റീവ് വന്നു, എനിക്ക് 2-3 നെഗറ്റീവ് വന്നു. അപ്പൊ അടിപൊളി പ്രൊമോ ആയിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന അടിപൊളി പ്രൊമോ ആണ്. 2 മിനിറ്റ് 25 സെക്കൻഡുള്ള ഒരു അടിപൊളി സെറ്റ് പ്രൊമോ ആണ്. സീസൺ 1 മുതൽ 6 വെച്ച് നോക്കുമ്പോ പെർഫെക്റ്റ് അടിപൊളി പ്രൊമോ. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ലല്ലോ. സീസൺ 6 5 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ്. ഒരു നമ്മുടെ തുടരും ലുക്കിലാണ് നമ്മുടെ ലാലേട്ടൻ വന്നിരിക്കുന്നത് അല്ലേടാ. തുടരും ലുക്കാണ്, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. ഒരു സർക്കസ് എന്താണ് തീമോ, സർക്കസിന്റെ ഒരു ലെവലിൽ നമുക്ക് നമ്മൾ ഹിന്ദി ബിഗ് ബോസ് കാണുന്നതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് വൈപ്പിക്കുന്നില്ല. എൻ്റെ പേര് ഷഹീർ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? പോവാം. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നും ഇല്ലാത്തോ പറഞ്ഞു കൊടുക്കാം. ലാലേട്ടൻ മഴയത്ത് ഇങ്ങനെ കൂടെ പിടിച്ചിങ്ങനെ വരികയാണേ. അത് കഴിഞ്ഞിട്ട് ഒരു ഗാരേജിൻ്റെ ഷട്ടർ തുറക്കുന്നു. അതിനുശേഷം നമ്മുടെ പ്രൊമോ കണ്ടില്ലേ, നമ്മൾ ആദ്യം ഒരു ബുള്ളറ്റ് ഓടിച്ചു, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ആണ് തുടരും ലുക്ക്, നമ്മുടെ തുടരും മൂവിയിലെ ലുക്ക്. അതിനുശേഷം രസിപ്പിക്കാൻ വരുന്നവർ വെറുപ്പിക്കരുതേ, ഇനി ഞാനതിന് സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല എന്നൊക്കെയാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ പയ്യൻ, 25 വയസ്സുള്ളൊരു പയ്യൻ, നമ്മുടെ 5 വയസ്സുള്ള ചെറിയ കുട്ടികൾ കാർ ഓടിക്കൂലേ, അങ്ങനെ ഒരു കാറിൽ ഇരുന്നിട്ട് ഓടിച്ചിട്ട് വരുന്നു. ലാലേട്ടാ ഞാനൊരു വലിയ ഫാനാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പതിപ്പിക്കല്ലേ, ഞാൻ പുതപ്പിക്കുമേ, തേച്ച് കളിച്ച് എന്താണ് തേച്ചരച്ച് കുളിച്ചിട്ട് ഇറങ്ങൂ എന്നാ പറയുന്നു. അതായിട്ട് ഒന്ന് കാണിച്ചിട്ട് ഷോപ്പിംഗ് കളിക്കോ, ഷോപ്പിംഗ് കളിക്ക് 7ന്റെ പണി. സംഭവം മീൻസ് നമ്മുടെ 7 സാധനങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത് ഫേക്ക്, സേഫ്, അങ്ങനെ ഈ പരിപാടീസ് ഒന്നും നടക്കൂല. ഓരോന്നിനും ഓരോ സീനായിട്ട് കാണിക്കുന്നു. അതായിട്ട് നമ്മുടെ സീസൺ 5 ഫേമസ് ഡയലോഗ് ലൈൻ കട്ട്. ഇത് കണ്ടപ്പോൾ സത്യം നമ്മളിവിടെ വീട് അതിനപ്പുറത്ത് ഉച്ചക്ക് വന്നിട്ട് എന്തുവാണ് ആച്ചുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അത് കണ്ടപ്പോ അടിപൊളി സാധനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി കരഞ്ഞ് എന്താണ് ഡിനോസറിന്റെ വായിൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് കരയാണ്. അയ്യോ എല്ലാവരും കൂടി എന്നെ എന്താണ് ഒറ്റപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നു. അതെ, എന്നിട്ട് എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്ന മോളെ അതേ ലാലേട്ടാ എന്നിട്ട് എന്താണ് എന്തിനാ മോള് എന്താണ് ഒരു കുണുവാന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ മോള് ഷോയുടെ ഉള്ളിൽ ഒറ്റപ്പെടുത്തിയോ? ഒറ്റപ്പെടുത്തിയോ എന്നിട്ട് അതേ ലാലേട്ടാ എന്തിനാ മോളെ ഷോയുടെ ഉള്ളില് മറ്റൊരു ഷോ എന്തിനാണ് ഷോ ഓഫ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വിക്ടിം കാർഡ് ഇറക്കല്ലേ, ചീട്ട് ഞാൻ കീറുവേ. നമ്പർ 2 വിക്ടിം കാർഡ്. അത് കഴിഞ്ഞിട്ട് ഒരു പയ്യൻ ഡിനോസറിന് പാലുടക്കണം. ഈ പയ്യതെല്ലാം മുകളിലിരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവരാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഗാലറിയിൽ ഇരുന്ന് കളി എന്ന് വെച്ചാൽ നമ്മുടെ ബാൽക്കണിയില്ലേ വീടിന്റെ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. വിട്ടേക്ക് ലാലേട്ടാ, ഓളൊരു നല്ലൊരു സോളാണ്. എന്നിട്ട് പറയണ നന്മ മരമേ എന്താണ് നിന്റെ അടവ് ഞാൻ എടുത്ത് എന്താ അടുപ്പിലിടും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്താണ് എന്നിട്ട് എന്താണ് കാണണ്ടാമോ? ഇത് ഞാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റാ, രണ്ടുപേരോട് എഴുതണ്ടെന്ന് വിചാരിച്ച് എഴുതാ. എന്നിട്ട് 3 കാണിച്ചിട്ട് നന്മ ഇത്രയും കൊടുക്കുന്നില്ല. 3ാമത്തെ കാർഡ് നന്മ കാർഡ് ഇത്ര കാണിക്കുന്നില്ല, 3 കാർഡ് കാണിക്കുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് അടുത്ത പ്രൊമോയിൽ ചിലപ്പോൾ 4 ബാക്കി കാർഡുകൾ വിശദീകരിക്കും തോന്നുന്നു. ചിലപ്പോൾ ചാൻസ് ഉണ്ട്, എനിക്ക് അങ്ങനെ തോന്നി. ബാക്കി 4 ഇപ്പൊ 7 ആണല്ലോ സംഭവം. അപ്പൊ 7 കാർഡിനെ പറ്റി പറഞ്ഞതിൽ 3 തന്നെ കാണിച്ചുള്ളൂ. ബാക്കി ഇതില് ചിലപ്പോ കാണിക്കുമായിരിക്കും ഇങ്ങനത്തെ എക്സാമ്പിൾ ആക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു എന്താണ്
ഒരു എന്താണ് ഒരു ജോക്കറിന്റെ ഒരു എൻട്രി. എനിക്കത് ആ ഒരു എൻട്രി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ മറ്റേ കൺഫെഷൻ റൂമില്ലേ അതിന്റെയൊക്കെ എൻട്രി ഇതേപോലെയൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ എനിക്ക് തോന്നി. പുതിയ സെറ്റും സെറ്റ് അങ്ങനെയാണെങ്കിലോ കാരണം ഒരു ഗുഹ പോലെയാണ് അത് കാണാൻ. എന്നിട്ട് അതിൽ നിന്ന് ഒരു പയ്യനെ ഹിന്ദി 16-ലാണ് അങ്ങനത്തെ ഒരു ജോക്കർ ഒരു 16-ലാണ് 4 ബെഡ്റൂം കൺസെപ്റ്റ് വന്നത്. 4 ബെഡ്റൂം കൺസെപ്റ്റ് ഇപ്പം സീസൺ 6 അവർ എടുത്തു. ഇതേ 16ന്റെ തീം എന്ന് പറയുന്നത് ഈ വീട് ഫുൾ സർക്കസ് മാതിരിയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പയ്യൻ ബലൂൺ പിടിച്ചു വരുന്നതാണ്. ഇറങ്ങി വാട തൊരപ്പ ഒളിച്ചിരുന്ന് എന്നാണ് ഒളിച്ചിരുന്ന് നീ വാഴയായിട്ട് ഇരിക്കല്ലേന്ന്. എന്നിട്ട് എന്തോന്ന് കിടക്കാം കമ്പ് ഞാൻ തോരനാക്കുമെന്നല്ല കൂമ്പ് കമ്പെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൂമ്പ് ഞാൻ തോരനാക്കുമെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ എന്റെ എഴുത്ത് കാണിച്ചത് ഞാൻ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നം കുട്ടിയായി പോയി. അതുകൊണ്ട് അപ്പൊ ആ പയ്യൻ പറയുന്ന ടാസ്കിന്റെ പ്രിപ്പറേഷൻ ആണ്. എന്താ ടാസ്കിന് ഒരു ബലൂൺ വീർപ്പിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നത് കയ്യിൽ ഇങ്ങനെ. അപ്പൊ ആ ടാസ്കിന്റെ പ്രിപ്പറേഷൻ എന്നിട്ട് എന്താണ് ആ ബലൂൺ അങ്ങ് ലാലേട്ടൻ അങ്ങ് ടഫേ എന്ന് പൊട്ടിക്കുന്നു. എന്ത് വാടേ അതെന്ന് പറയാണ് അംഗനവാടിയിൽ പിള്ളേർ കളിക്കുന്ന ടാസ്ക് കൊണ്ട് വന്നാലുണ്ടല്ലോ കമ്മിറ്റിക്കാരെ ഞാൻ പൂട്ടും എന്ന് വെച്ചാല് ഇത്തവണ ബിഗ് ബോസിൽ അണിയറ പ്രവർത്തകർക്കും പണി വരുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരാളിങ്ങനെ ചുമക്കുന്ന ലാലേട്ടൻ നമ്മുടെ കോട്ട് സൂട്ട് ഇട്ടാൽ ബിഗ് ബോസിലെ ആങ്കർ കമ്മിറ്റിക്കാർക്ക് പണി കൊടുക്കുന്നു. ഇപ്പം ഇത് ഒരു ലാലേട്ടൻ ഞാൻ വേറൊരു ലാലേട്ടൻ അപ്പം കമ്മിറ്റിക്കാർക്ക് പണി കൊടുക്കുവേ അപ്പൊ ബാക്കി അഭിനയിക്കാം. നമ്മളിവിടെയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത്. എന്നിട്ട് എന്താണ് പറയുന്നത് കോട്ട് ലാലേട്ടൻ നാട്ടാ കോട്ട് ഇട്ട് നമ്മള് സാധാ ലാലേട്ടോട്ട് ഇവൻ കോട്ട് ഞാൻ നമ്മൾ തുടരും ലുക്കിലുള്ള ലാലേട്ടൻ ഞാനെന്ന് കരുതാം. എന്നിട്ട് പറയാണ് ഞാൻ ഈ സേഫ് നമ്മളെല്ലാരും ഉദ്ദേശമാണ് ഈ സേഫ് കളിക്കുന്നവരെ എല്ലാവരും ഉദ്ദേശമാണ് എന്ന് പറയാണ് എന്നൊക്കെ പറയാണ്. പിന്നെ പറയാണ് അത് കഴിഞ്ഞിട്ട് ഫേക്ക് കാർഡ്, സേഫ് ഗാർഡ്, സോപ്പിംഗ്, നന്മ കാർഡ്, ഒളിക്കൽ കാർഡ്, പ്രിപ്പയർഡ് കാർഡ്, വിക്ടിം കാർഡ്, ഇങ്ങനെ 7 കാർഡുകളാണ്. ഇനി ഈ കാർഡുകളൊന്നും ഈ ടേബിളില് ചെലവാകത്തില്ല അല്ലെങ്കിൽ ചെലവാകത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അതെനിക്ക് കേട്ടപ്പോ തോന്നിയതേ 2 വെള്ളത്തിൽ കാല് വെക്കരുത് കീറിപ്പോകും. അതെ അതാണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് മഴ വരാൻ പോകുന്നതിന് പുറത്തിറങ്ങി ഗാരേജിന് പുറത്തിറങ്ങിയിട്ട് അതെ മഴ ഇടിവെട്ടൊക്കെ വരുന്നു. കയ്യില് 7 എഴുതിയ കൊട പ്രൊഫസർ ജയന്തി അച്ഛന്റെ കൊട ഇല്ലേ കുങ്കോപ്പൂവിലെ അതിന്റെ 7 അത് എല്ലാവർക്കും അറിയാം. ആണോ? എനിക്ക് അങ്ങനെ സീരിയൽ കണ്ടിട്ടില്ല, സോറി. അപ്പോ അങ്ങനെ ഒരു കൊട പിടിച്ചിട്ട് ഇങ്ങനെ കുത്താണ്, മണ്ണിലിട്ട് ഇങ്ങനെ കുത്താണ്. അതിനുശേഷം ഇടിവെട്ടൊക്കെ വരുന്നു. എന്നിട്ട് പറയാണ് വീണ്ടും എന്നെ മഴയത്ത് നിർത്തരുത്. തുടരുന്നില്ല ഡയലോഗ്. മുണ്ട് മടക്കി കുത്തിപ്പിക്കരുത് എന്ന് പറയണം. എന്നിട്ട് ബിഗ് ബോസ് 7 7ന്റെ പണി ഇതാണ് ടാഗ് ലൈൻ. അടിപൊളി. പക്ഷെ സീസൺ 8 ആയിരുന്നെങ്കിൽ 8ന്റെ പണി കാരണം നമ്മൾ കൂടുതൽ പറയുന്നത് 8ന്റെ പണി. എന്റെ വീഡിയോയിൽ നേരത്തെ ഷൂട്ട് ചെയ്തപ്പോ പറഞ്ഞത് ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. 8ന്റെ പണി ആവേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നു നല്ലത്. നിനക്ക് 8ന്റെ പണി തരുമെന്നല്ലേ പറയുന്നത്. അതെ. അപ്പൊ ഇത് 7 എന്ന് പറഞ്ഞപ്പോ 7ന്റെ പണി പക്ഷെ കുഴപ്പമില്ല അല്ലേ, ഓക്കെയാണ്. അടുത്ത വർഷം ഇത്രയും പ്രോമോ അടിപൊളിയായില്ലേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉടൻ വരുന്നു ഏഷ്യാനെറ്റിലും അതുപോലെ 24/7 ജിയോ ഹോട്ട്സ്റ്റാറിലും എന്ന് പറഞ്ഞു. അതിനുശേഷം പ്രോമോ കഴിയുന്നു. ഇത്രേ ഉള്ളൂ കഴിഞ്ഞ കോമ്പിനേഷൻ. എല്ലാത്തിന്റെ കോമ്പിനേഷൻ അങ്ങ് കഴിഞ്ഞു. പക്ഷെ അടിപൊളി പ്രൊമോ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 മിനിറ്റ് 25 സെക്കൻഡുള്ള ഒരു അടിപൊളി പ്രൊമോ ആയിരുന്നു. എന്താണ് നല്ല രീതിക്ക് തന്നെ അല്ലേ, നല്ല ഇതിന് എഫോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് പ്രൊമോയിൽ കാണുമ്പോൾ തന്നെ ഒരു സർക്കസ് കൂടാരത്തിന്റെ ഒരു ലുക്കാണ്. ഒരു മേള എന്നാണ് ട്രിവാൻഡ്രത്ത് പറയുന്നത്. എനിക്ക് ഇവിടെ എന്താ പറയുന്നത്, മേള, ഉത്സവം, സർക്കസ് അതിന്റെ വൈബാണ് മൊത്തം. കാരണം സർക്കസിനുള്ളിൽ എന്താണ്, കാരണം എനിക്ക് സർക്കസ് ഒന്ന് ജോക്കറിന്റെ ഫേസ് പോലെ കാണിക്കുന്നുണ്ട്, ഒന്ന് ഡിനോസറിന്റെ ഫേസ് കാണിക്കുന്നുണ്ട്. ഇത് 2 സാധനം ഉള്ളത് സർക്കസിൽ കാണിക്കുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് തോന്നിയത്. ഇനി അതാണോ ഇനി അതിന്റെ അത് തന്നെ ആയിരിക്കാനാണ് ഒരു പക്ഷേ ഇത് ഈ പ്രൊമോക്ക് വേണ്ടി ചെയ്തായിരിക്കും. പക്ഷെ ഇത് കാണുമ്പോൾ അങ്ങനെ ഒരു ഫീൽ നമുക്ക് എല്ലാവർക്കും വരും. കാരണം സീസൺ 4ലും അങ്ങനെയായിരുന്നു. കളർ ഒരു വൈറ്റ് കളറിൽ കളർ കൊടുക്കില്ലായിരുന്നു. അപ്പൊ സീസൺ ഓഫ് കളേഴ്സ് വന്നു അല്ലേ. പക്ഷെ ഇതെനിക്ക് അറിയില്ല, കാര്യമൊന്നുമില്ല. സർക്കസ് ടീം വന്നിട്ട് സർക്കസ് ടീമിനകത്താണ് 4 ബെഡ്റൂം കൺസെപ്റ്റ് വന്നത്. അതെ. അപ്പോ അടിപൊളി പ്രൊമോ ആയിരുന്നു. ഇനി ഒരു ഡേറ്റഡ് പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിപ്പാണ്. അപ്പം ഇത് ഷഹീറിന്റെ ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒരു സൂപ്പർ റിവ്യൂവർ ആയിട്ട് മാറട്ടെ, സ്വന്തം അഭിപ്രായമൊക്കെ പറഞ്ഞ് സൂപ്പർ ആയിട്ട് മാറട്ടെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ടും അപ്ഡേറ്റ് ആയിട്ടും വിശേഷമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതുവരേക്കും ബൈ.